കുഞ്ഞാവ് ഉണ്ടായിരുന്ന ടൈമൊക്കെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആൾ തിരിച്ചു പോയ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നു. ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. കുഞ്ഞാവൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള റൈറ്റായിരുന്നു സെയിൻ ലബാൻ. അത് പെരിന്തൽമണ്ണ ഓണം കഴിക്കാനെന്ന് പറഞ്ഞ് നിൽക്കുന്ന ടൈമിലാണ് കസർ ലബാൻ നമ്മൾ മണ്ണാർക്കാട് തുടങ്ങിയത്. അപ്പോൾ അവിടുന്ന് 2-3 പ്രാവശ്യമായി കൊടുന്നുകൊണ്ടേ ഇരിക്കണു. ഓൻ കഴിക്കാൻ പോകുമ്പോൾ ഞങ്ങൾക്കുള്ളതും കൊണ്ടുട്ടോ. പാതിരാത്രി വന്ന് ഉറങ്ങിയ ആൾക്കാരെ വിളിച്ചുണർത്തിയിട്ടാണല്ലോ ഞങ്ങളത് കഴിക്കണത്. മോനുവിനെ വിളിച്ചപ്പോൾ ഓൻ വന്നില്ല. ഞങ്ങളത് ഫുള്ള് രാത്രി തന്നെ തിന്ന് തീർത്തിട്ടോ. കുട്ടികൾക്കും കൂടി ബാക്കി വെച്ചില്ല. ഫുള്ള് രാത്രി തന്നെ തിന്ന് തീർത്തു. കുഞ്ഞാവ് പോകാനായതല്ലേ വെച്ചിട്ട് കുറച്ച് ദിവസം ഞാൻ മാളിക്കുന്നിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ വെച്ചാൽ ചായ വെക്കുന്ന ടൈമിലാണ് മീൻകറി സുനീറ വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തു, ഞാൻ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു കേട്ടോ. നല്ല ടേസ്റ്റുള്ള മീൻകറിയാണ്. റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഞാൻ ഈ വീഡിയോൻ്റെ താഴെ കൊടുക്കാൻ കണ്ടു നോക്കിയാൽ മതി കേട്ടോ. പിന്നെ ഞാൻ മാളിക്കുന്നിലുള്ള ദിവസങ്ങളിൽ ചില ദിവസങ്ങളിലൊക്കെ അമ്മ നിർബന്ധിച്ച് എന്തെങ്കിലും കഴിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഷൈന് കൊട്ടപ്പുറത്തേക്ക് എത്തിക്കൂട്ടോ. കുട്ടികൾക്ക് ചോറൊക്കെ ആക്കണ മാതിരി പാത്രത്തിലെല്ലാം ആക്കുന്നുണ്ട്. ഒക്കെ റെഡിയാക്കി അമ്മ കയ്യിൽ തന്നിട്ട് വെറുതെ അടച്ച് കയ്യിൽ കൊടുക്കണോ കേട്ടോ. ഞാൻ കുഞ്ഞാവ് അതുവഴി പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ആക്കി ഞാൻ അവളെ കയ്യിൽ കൊടുത്തു. നമുക്ക് ഒരു ഉണ്ണിയപ്പ റെസിപ്പിയും കൂടി നോക്കിയാലോ. എന്തൊക്കെയാണ്? അരി, തേങ്ങ, ശർക്കര ഉരുക്കിയത്, ഏലക്കായ. അരി എപ്പോൾ വെള്ളത്തിലിട്ടതായിരുന്നു? രാവിലെ വെള്ളത്തിലിട്ടതാണ്. ഇതിൻ്റെ റെസിപ്പി വീഡിയോ ഇടാൻ വേണ്ടി കുറേ ആൾക്കാർ പറഞ്ഞിരുന്നു. പക്ഷേ ഉമ്മ അരക്കൽ ഏകദേശം കഴിഞ്ഞിട്ടാണ് ഞാൻ കണ്ടത് കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. നമ്മൾ ബാറ്റർ ഇതാണ്. അരി രാവിലെ വെള്ളത്തിലിട്ടത് അത് അരച്ചു. പിന്നെ ശർക്കര ഉരുക്കിയത്, ഏലക്കായ, ചെറുപഴം, പിന്നെ എന്താ തേങ്ങ, ഇതൊക്കെയാണ്. ഈ ഒരു അരിയിൽ ഫുള്ളായിട്ട് അരച്ചു. അപ്പം ഇനി ചുടുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. റെസിപ്പി എടുക്കാൻ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ മറന്നു, കണ്ടില്ല ഞാൻ. ഉമ്മാക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട കേട്ടോ. ആരെങ്കിലും എവിടേക്കെങ്കിലും പോകുന്നുണ്ടെന്നുള്ള ചെറിയൊരു സൂചന കിട്ടിയ ആൾ നിന്ന് നിപ്പിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കും. ഇതിപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ മോനു ചെറുതായിട്ടൊരു സൂചന കൊടുത്തു. നിതയുടെ അടുത്തേക്ക് സർപ്രൈസ് ആയിട്ട് പോകാൻ ചെറിയൊരു ഉദ്ദേശം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അരി വേറെ എന്തോ ഒരു ആവശ്യത്തിന് വെള്ളത്തിലിട്ടതാണ്. പക്ഷെ അത് പെട്ടെന്ന് ആൾ കേട്ടപാടെ ഉണ്ണിയപ്പത്തിനുള്ളതാക്കി മാറ്റി. ഏകദേശം ഒരു ഉച്ച ടൈമിലാണ് ഉമ്മ അറിഞ്ഞതെങ്കിലും ഉമ്മാനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഉണ്ണിയപ്പം സെറ്റാക്കി പൊതിഞ്ഞ് റെഡിയാക്കി കൊടുത്തുകൊണ്ടു കേട്ടോ. മോനുവിന് ഇതിനെ അവിടെ ആക്കി പോന്നിട്ട് തീരെ സുഖം ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ കാണാൻ തന്നെ പെട്ടെന്നൊരു പോക്കാണ്. അപ്പോൾ കുറച്ചധികം കൈപ്പൊക്കെ കൊണ്ടാട്ടം, അച്ചാറ്, ഉണ്ണിയപ്പം, അങ്ങനെ ഒരുപാട് ഐറ്റംസ് കൊണ്ടാട്ടോ അവന് പോയിന്ന്. ആള് സർപ്രൈസ് ആയിട്ടാണ് പോണത്. ഞങ്ങൾ ആരും ഓൾക്കും ഒരു സൂചന കൊടുത്തിരുന്നില്ല. ഞാൻ അവിടെ ചെന്നിട്ട് ഓളെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കാൻ പറഞ്ഞിരുന്നു. പക്ഷെ ആള് മറന്നു എന്ന് പറഞ്ഞിട്ടോ. ആ ഒരു ടൈമിൽ ഓളെ കണ്ട ടൈമിൽ അതൊന്നും ഓർമ്മയില്ല പറഞ്ഞു. അതുകൊണ്ട് ഓലമിൽ കണ്ട വീഡിയോ ഇല്ല. അപ്പം നമ്മളെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ.